ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക. എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന? ലോകത്തിലെ വലിയ ഏകാധിപതികളായ ഭരണാധികാരികൾ സോഷ്യൽ മീഡിയയെയും ഈ ക്ലൗഡ് മീഡിയയെയും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് ഉപയോഗപ്പെടുത്തുക. എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടോ നിങ്ങളുടെ ഒരു FB അക്കൗണ്ടോ ആർക്കും വാച്ച് ചെയ്യാം. അത് വാച്ച് ചെയ്തവർ നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള മ്യൂസിക്, നിങ്ങൾക്ക് താല്പര്യമുള്ള സിനിമ, നിങ്ങൾക്ക് താല്പര്യമുള്ള രാഷ്ട്രീയം, നിങ്ങളുടെ പൊതുകാര്യങ്ങളിലുള്ള നിങ്ങളുടെ സമീപനം, ഇതെല്ലാം നിങ്ങളുടെ ടേസ്റ്റ്, നിങ്ങളുടെ ഭക്ഷണത്തോടുള്ള ഏത് ഭക്ഷണത്തോടാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം, അങ്ങനെ നമ്മുടെ വ്യത്യസ്തമായ സ്വഭാവങ്ങളെ മുഴുവൻ മനസ്സിലാക്കി എടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഡാറ്റ അനലൈസ് ചെയ്തു. മനസ്സിലായിക്കോളാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീഡിയത്തിലൂടെ നിങ്ങളുടെ ഇഷ്ടം അവർ മനസ്സിലാക്കി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീഡിയത്തിൽ കൂടി നിങ്ങൾ അറിയാൻ പാടില്ലാത്ത അവർക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കും. ഇത് പഴയ പത്രം വായിക്കുന്ന പോലെയല്ല, വിഷ്വൽ മീഡിയ കാണുന്നത് പോലെയല്ല. നമ്മൾ അറിയാതെ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള മാധ്യമങ്ങളിലൂടെ നമ്മുടെ തലയിലേക്ക് അടിക്കുകയെത്തുന്ന ഒരുമാതിരി ബ്രെയിൻ വാഷിംഗ് ആണ്. മസ്തിഷ്ക പ്രക്ഷാളനം എന്ന മലയാളത്തിൽ ബ്രെയിൻ വാഷിംഗ് നടത്തിയ നമ്മൾ അറിയുന്നില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത ഐഡിയോളജി, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത താല്പര്യങ്ങൾ ഇഷ്ടമുള്ള വഴികളിലൂടെ നമ്മൾ അറിയാതെ നമ്മൾ അതിന്റെ ആരാധകരായി, അതിന്റെ അഡിക്റ്റായി നമ്മൾ മാറുകയാണ്. ഇങ്ങനെ ദൂരെ നിന്ന് എവിടെ നിന്നോ പുതിയ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി നമ്മളെ നിയന്ത്രിക്കുന്ന സ്ഥലത്തേക്ക് കാര്യങ്ങൾ വരികയാണ്. അവിടെയാണ് NA മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നത്.